നമുക്ക് ഈ തിരുവനന്തപുരം ഭാഷയിലെ ഈ കലാകാരന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിലേ ചില തിരുവനന്തപുരം നല്ല കട്ട ഭാഷ പറയുന്ന ചില ആളുകൾ അവിടെ. അതെ അതെ, എന്തിനപ്പ ഇതാര് വന്നിരിക്കണത്? പൊളപ്പനാണല്ലോ. അവരെ കുറിച്ച് പറയുമ്പോഴേ യൂട്യൂബ് താരങ്ങളാണ് ഇരുവരും മറ്റേ കലോത്സവ പാട്ടുകാരാണ്. മാത്രമല്ല ഇവര് ഈ അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ദമ്പതികളുമാണ്. കഴിക്കാൻ പോകുന്ന ആളുകളാണ്. കല്യാണം കഴിക്കാൻ പോകുന്ന ദമ്പതികൾ ദിലീപിന്റെ. അതെ ദിലീപ് അല്ല, അതെന്താണെന്നറിയോ? ദിലീപ് അല്ലല്ല, കല്യാണം ഒരുപാട് ആരാധകരുള്ള ആളുകളാണ്. അപ്പം കൃത്യമായി ഞാൻ ഒന്ന് എണീറ്റ് നിൽക്കാവോ? നമ്മളെ പ്രൊമോയിലൊക്കെ ഉണ്ട് രണ്ടുപേരും. അപ്പൊ നമ്മുടെ കലോത്സവം പ്രൊമോയിലും അല്ലെ, നിയമസഭയ്ക്ക് മുന്നിൽ നമ്മൾ ഇതാ കടന്നു പോവുകയാണ് അല്ലെ. മഹാത്മാഗാന്ധി ഇരിക്കുന്നു. അതെ, നമ്മുടെ നിയമസഭയ്ക്ക് മുന്നിലൂടെ നമ്മുടെ യാത്ര നമ്മൾ ഇവിടേക്കൊക്കെ വരും അല്ലെ. പക്ഷേ തലകുനിച്ചാണ് മഹാത്മാഗാന്ധി ഇരിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനം. ആ തർക്കം അവിടെ നടക്കട്ടെ. നമുക്കപ്പോ ഇൻഫ്ലുവൻസേഴ്സിന്റെ വക, ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. തിരുവനന്തപുരം ഭാഷയിലൂടെയാണ് നിങ്ങൾ കൂടുതൽ പോപ്പുലർ ആയത് അല്ലേ? ഇവിടെ മൊത്തത്തിൽ കണ്ടിട്ട് ഇത് തന്ത വൈബാണോ? എന്ത് തോന്നുന്നു? അല്ല, ശരിക്കും കൊള്ളാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ ഫസ്റ്റ് 2025 ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ ചാനലാണ്. അപ്പൊ എന്റെ എല്ലാവിധ വൈബും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? മേളം തുടങ്ങട്ടെ. ഇൻഫ്ലുവൻസേഴ്സിനെ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ദിലീപെ ഒന്ന് അന്തസ്സായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കേ. ആദർശനായി നീ തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ മതി. തിരുവനന്തപുരം ഭാഷയിൽ പറയാൻ വേണ്ടിട്ട് എന്റെ പേര് ആദർശനായെന്നാണ്. അല്ല, സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ഭാഷയിൽ മതി. എന്തൊരപ്പേ അണ്ണാ, എന്തെങ്കിലും കാര്യമായിട്ട് പറയാമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് വല്ലതും പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെ ഉണ്ട് അണ്ണാ? തകർത്തോണ്ടിരിക്കുകയല്ലേ. കാരണം ഇത്രയും ഉള്ള ജില്ലകളെല്ലാം കൂടെ തിരുവനന്തപുരത്ത് നിന്ന് കയറി കലോത്സവത്തിന് പൊളിക്കാൻ വേണ്ടി പോണേണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ അത്രയും അലമ്പുക എന്നുള്ളതാണ്. മീൻസ് സെറ്റാക്കുക, ഓണാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഈ പ്രൊമോയിൽ പണ്ട് ഞൂണ്ട് പോവുക അങ്ങനെ ഒരു ഭാഷ പറഞ്ഞാൽ നൂത്ത് പോവുക. നേരെ പോവാന്നുള്ളതിന് നമ്മളിവിടെ കോമൺ ആയിട്ട് പറയണതാണ് നേരെ പോവുക. അപ്പൊ നമ്മള് വളഞ്ഞിട്ട് താണ്ട് ഇതിലെ നൂത്ത് അങ്ങോട്ട് പുത്തരിക്കണ്ടത്തോട്ട് പോവാ അല്ലേ? അപ്പൊ നൂത്ത് പോകുമ്പോ നമ്മുടെ കൂടെ കുട്ടി അഖിലുണ്ട്. വെൽക്കം. നമസ്കാരം. എന്ത് പറ്റി? ഇതൊക്കെ കണ്ടൊക്കെ ആളൊക്കെ ഒതുക്കി കൂടിയല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. പക്ഷെ ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും കാണുന്ന പരിപാടിയാണ് റിപ്പോർട്ടർ. ഞാൻ ചേച്ചിയുടെ പേര് ഫാനാണ്. എന്നെ അങ്ങ് ഇന്നത്തെ ദിവസം ഉഷാറാക്കി. രാവിലെ ആട്ടുംപാലല്ല ചായ കുടിക്കണേ. രാവിലെ ആട്ടുംപാലാണോ പശുപാലാണോ രാവിലെ കുടിക്കുന്നത്? രണ്ടുമല്ല, ഇരുമ്പ് ജ്യൂസ്. സംശയമുണ്ട്. ഞാനിടയ്ക്ക് ഇപ്പൊ ചാക്കോച്ചനും രാജുവേട്ടനും കൂടെ TMDയുടെ അതോ കമ്പിക്കടയുടെ പരസ്യം ചെയ്തല്ലോ, മറ്റേ ഇരുമ്പ് ബാറിന്റെ. ചേച്ചിയായിരുന്നു അത്രയും അതിന്റെ പരസ്യം ചെയ്യേണ്ടത്. കാരണം ഇത്രയും പവറിലേ ഈ ഉരുക്ക് വരുന്നതെന്ന് പറയില്ല. കാര്യം എന്താ അറിയാമോ, ഞാൻ അവിടെ നിങ്ങളുടെ ചർച്ച കാണുമ്പോഴത്തേക്ക് നികേഷ് ഏട്ടൻ ഉള്ളപ്പോൾ എല്ലാവരും വട്ടം കൂടി ആക്രമിക്കും ചേച്ചിയെ. എന്നാലും കട്ടയ്ക്ക് നിൽക്കും. എൻ്റെ വിചാരം എന്താ അറിയാം, ഈ പരസ്യം വരുന്ന സമയത്ത് ഇവര് അവിടെ അടുക്കളയിൽ കിടന്ന് അടിയായിരിക്കുന്ന. സത്യമായിട്ടും ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു അല്ലേ പിള്ളേരെ? ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു റിപ്പോർട്ടർ ചാനൽ എപ്പോഴും വെച്ചോണ്ട്. ഓ മൈ ഗോഡ്, ഒരു ചെണ്ട കുട്ടി അഖിലിന് ഒരു മേളം. എടിക്ക്. അങ്ങനെ നമ്മൾ പാളയം ചുറ്റി പുത്തരിക്കണ്ടത്തേക്ക് എത്താറായോ? എവിടെ റിനു വഴികാട്ടി? ഇപ്പൊ പാളയത്ത് നമ്മൾ നേരെ സ്റ്റാച്ചു വഴി പുത്തരിക്കണ്ടത്തേക്ക് പോകും. നമ്മുടെ റഹീസ് എവിടെ? റഹീസ് ഒന്ന് കറങ്ങി വന്നു. നമ്മളൊന്ന് കറങ്ങി.